സ്ക്രീൻ ടൈം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഇറ്റ് ഇസ് നോട്ട് ദ സ്ക്രീൻ, നമ്മുടെ മനസ്സിൽ മുന്നിൽ കാണുന്ന സ്ക്രീൻ അല്ല. അപ്പോൾ ഈ സ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ 4 മാസത്തിൽ താഴെ കാണിച്ചുകൂടാ. എല്ലാം സ്ക്രീൻ, ഏറ്റവും വലിയ സ്ക്രീൻ നമ്മുടെ മൊബൈൽ ഫോൺ. കണ്ടൻറ്റ് നമ്മൾ ആസ് എ പേരൻറ്റ് ഓർ ആസ് എ ടീച്ചർ ഓർ ആസ് എ കെയർ ഗീവർ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കണം അതിൻ്റെ അത് കാണേണ്ടത്. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു, അതുകൊണ്ട് വെയിറ്റ് കൂടുന്നു, അവൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയുന്നതുകൊണ്ട് അവൻ്റെ വ്യക്തിത്വം തന്നെ വ്യത്യസ്തമാകുന്നു. ചെറിയ കുട്ടികളിൽ കൊടുത്തു കഴിയുമ്പം ഈവൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, സംസാരിക്കുന്നത് വരെ വ്യത്യാസമാവുക. എനിക്ക് പറഞ്ഞൊരു സംഭവം ഞാൻ പറയാം. ഈ കൊച്ച് വരുന്നുണ്ടേ മാക്കോ പീക്കോ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ചാടിക്കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കും ഇത് എന്തൊരു അസുഖമായി ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. നോ സ്ക്രീൻ, നോ സ്ക്രീൻ. അങ്ങനെ ടൈം നമുക്ക് വേണം. നോ സ്ക്രീൻ. നമുക്ക് അഡൽസിനും വേണം നോ സ്ക്രീൻ. അപ്പോൾ ഉറക്കത്തിന് ഒരു 2 മണിക്കൂർ മുമ്പേ ദയവ് ചെയ്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക. ഇറ്റ് ഈസ് ഗിവിങ് ഇമ്പൾസസ് ആൻഡ് യുവർ ബ്രെയിൻ ഇസ് ലൈവ് ആൻഡ് ആക്റ്റീവ്. നമ്മൾ മൊബൈൽ യൂസ് ഭയങ്കര കോമൺ ആണെന്ന് പറഞ്ഞു, പക്ഷേ അതിൽ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ അല്ലേ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആർബിട്രറി ഗൈഡ് ലൈൻസ് ഉണ്ട്, പല ആർബിട്രറി ഗൈഡ് ലൈൻസ്. 4 മാസം വരെ ദയവ് ചെയ്ത് പിള്ളേരെ സ്ക്രീൻ കാണിക്കുകയും ചെയ്യരുത്. വാട്ട് അബൌട്ട് മൊബൈൽ റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? അത് എത്രമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഒരു കുട്ടി ഒരു മുറിക്കകത്തോട്ട് കയറി കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ യു ആർ ഇൻ ഡേഞ്ചർ. കൊയിലോൺ സ്കാൻസ് വെൽനസ് വാച്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്നാൽ വളരെ ലളിതമായിട്ട് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മുതിർന്നവരും പ്രായം ചെന്നവരും 90 വയസ്സായ 100 വയസ്സായാലും ഇപ്പോൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഒരു മാജിക് ഉപകരണത്തെക്കുറിച്ചുള്ള കുറേ ഇൻഫർമേഷൻസാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു യൂസേജ്, മൊബൈൽ യൂസിൽ വരുന്ന പ്രശ്നങ്ങളും അതിൽ കൂടുതൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികളിൽ ഇത് എത്രമാത്രം അവരുടെ മാനസികവും ശാരീരികവുമായ തലങ്ങളിൽ വരുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചേഞ്ചസ് എന്തൊക്കെയാണ്, അതുമൂലം ഉണ്ടാകുന്ന ഗുണങ്ങൾ, ദോഷങ്ങൾ, ആ ദോഷങ്ങളെ എങ്ങനെ നമുക്ക് പരിഹരിച്ച് ആ കുട്ടിയെ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട്, പലപ്പോഴും ഇന്ന് അബ്നോർമലാകുന്ന ക്യാരക്ടർ കാണിക്കുന്ന പലരിലും ഈ മൊബൈൽ യൂസും ബ്ലൂ ലൈറ്റ് യൂസും ഭയങ്കര കോമൺ ആണ്. അവർ വിഡ്രോവൽ ആവുകയാണ്, അവർ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ മാറുകയാണ്, അവർ വേറെ ലോകത്താണ്. ഈ വേറെ ലോകത്തുള്ളവരെ നമ്മുടെ ലോകത്തുള്ളതും കൂടെ ആൾക്കാരിലേക്കും വീട്ടുകാരിലേക്കും ബന്ധങ്ങളിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന കുറേ ടിപ്സ് പറയാൻ വേണ്ടി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം തന്നെയായ ഡോക്ടർ വർഗീസ് കോശിയാണ്. അദ്ദേഹം പ്രഗത്ഭനായ ഒരു പീഡിയാട്രിഷ്യനാണ്, കൂടാതെ ഒരു മനുഷ്യ സ്നേഹിയുമാണ്. ഡോക്ടർ വർഗീസ് കോശിയെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ച ഒരു അസുഖമൊന്നുമല്ല. നമ്മൾ അസുഖത്തെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. നമുക്ക് ഈ കുഞ്ഞുങ്ങളിൽ വരുന്ന ആ ബിഹേവിയറൽ ചേഞ്ചസും അബ്നോർമാലിറ്റിയും അതുമൂലം അസുഖങ്ങളും അതിൽ നിന്ന് പ്രതിരോധമൊക്കെയാണല്ലോ പ്രതിരോധമാണ് നമ്മുടെ മെയിൻ ടോപ്പിക്. എന്തുകൊണ്ടോ നമുക്ക് ഇപ്രാവശ്യം ഒരു സ്ക്രീൻ ടൈമിനെ കുറിച്ചൊന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ മൊബൈലിൻ്റെ അതിപ്രസരണം, അത് മൊബൈലാവാം, ടി വി ആവാം, കമ്പ്യൂട്ടർ ആവാം, എന്തുമാവാം. ഡോക്ടറിന് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇപ്പോൾ വരുന്ന കുഞ്ഞുങ്ങളിൽ വരുന്ന ഈ ചേഞ്ച്. കോവിഡിന് മുമ്പേ ആക്ച്വലി സ്ക്രീൻ ടൈം എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലില്ലായിരുന്നു. കാരണം കോവിഡിന് മുമ്പേ ആരും ഇത്രയും ഡിജിറ്റൽ ലൈഫിലോട്ട് വന്നില്ലായിരുന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് എല്ലാം നമ്മൾ ഡിജിറ്റലായി. അതായത് അറിഞ്ഞുകൂടാത്ത കൊച്ചിനെ നമ്മൾ പഠിപ്പിച്ചെടുത്തു എങ്ങനെ ഫോണിൽക്കൂടെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽക്കൂടെ പഠിക്കണമെന്ന് ആവശ്യകതയായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലേണിംഗ് ഡിഡ് നോട്ട് സ്റ്റോപ്പ്. അവരെ ആ സമയത്ത് നമുക്ക് പഠിപ്പിക്കാൻ പറ്റി, ആ സമയത്ത് ലാംഗ്വേജ് ഇതിൻ്റെ അകത്തൂടെ പഠിക്കാൻ പറ്റി. പക്ഷേ അത് ഒരു ഭാഗം, അപ്പോൾ അത് അഡ്വാൻറ്റേജ് ആയിരുന്നു. അപ്പം ഡോക്ടർ വിനോദ് പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ ഇറ്റ് ഇസ് നോട്ട് ദ സ്ക്രീൻ, നമ്മുടെ മനസ്സിൽ മുന്നിൽ കാണുന്ന സ്ക്രീൻ അല്ല, എല്ലാം സ്ക്രീൻ. ഏറ്റവും വലിയ സ്ക്രീൻ നമ്മുടെ മൊബൈൽ ഫോൺ. അതിന് ഇറ്റ് ഇസ് ഗോട്ട് ആൻ അഡിക്റ്റീവ് കപ്പാസിറ്റി. ഒന്ന് കണ്ടു കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്ക്രീനിലോട്ട് പോകണം. ബിക്കോസ് ബ്രെയിൻ ഇസ് ലുക്കിംഗ് ഫോർ സ്റ്റിമുലേഷൻ, ആൻഡ് ഇറ്റ് ഇസ് പ്രോഗ്രാംഡ് ഇൻ സച്ച് എ വേ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഗ്ലൂഡ് ആയിട്ടിരിക്കും. സ്റ്റഡീസ് വരെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം സ്ക്രീൻ ടൈം എന്ന് പറയുമ്പം മനസ്സിൽ വരുന്നത് വലിയ പിള്ളേരൊന്നും അല്ല,
3 മാസക്കാരൻ 2 മാസക്കാരൻ കരയുന്നുണ്ട് എടുത്തു കൊടുക്കുന്ന സ്ക്രീനാണ് ഇങ്ങനെ എടുത്തു കൊടുക്കുന്ന സ്ക്രീനാണ്. അപ്പോൾ ഈ സ്ക്രീൻ ശരിക്കും പറഞ്ഞാൽ 4 മാസത്തിൽ താഴെ കാണിച്ചുകൂടാ. ഗൈഡ് ലൈൻസ് ഉണ്ട്, ആർബിട്രറി ഗൈഡ് ലൈൻസ്, അതിനെക്കുറിച്ച് നമുക്ക് വരാം. പക്ഷേ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടൈം നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നത് മൊബൈൽ ഫോൺസാണ്. മൊബൈൽ ഫോൺസിനകത്ത് പിള്ളേർ കാണുന്നത് റെസ്ട്രിക്റ്റഡ് ആവാം, അൺറെസ്ട്രിക്റ്റഡ് ആവാം. അപ്പോൾ പേരൻ്റൽ കൺട്രോൾ വേണം. അപ്പോൾ ഇതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വളരെ പ്രയാസമാണ്. അപ്പോൾ അതിൻ്റെ അത് ലിമിറ്റഡ് സ്ക്രീൻ ടൈം കണ്ടൻറ്റ് നമ്മൾ ആസ് എ പേരൻറ്റ് ഓർ ആസ് എ ടീച്ചർ ഓർ ആസ് എ കെയർ ഗീവർ നമ്മൾ സൂപ്പർവൈസ് ചെയ്യുന്ന കണ്ടന്റ് ആയിരിക്കണം അതിൻ്റെ അത് കാണേണ്ടത്. അപ്പോൾ അൺറെസ്ട്രിക്റ്റഡ് ആകുമ്പം അവൻ്റെ ഇൻഫ്ലുവൻസസ് മാറുക. അപ്പോൾ ഫോണിലായി, പിന്നെ അത് കഴിയുന്നുണ്ടെങ്കിൽ അവൻ ടെലിവിഷനിലായി, അത് കഴിയുന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിലായി. അപ്പം ഒരുപാട് മണിക്കൂർ. അപ്പോൾ അവൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് വളരെ കുറയുകയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു, അതുകൊണ്ട് വെയിറ്റ് കൂടുന്നു, അവൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻ കുറയുന്നതുകൊണ്ട് അവൻ്റെ വ്യക്തിത്വം തന്നെ വ്യത്യസ്തമാകുന്നു. അവന് ബാക്കിയുള്ളവരായിട്ട് ഇടപഴകാൻ പറ്റുന്നില്ല, കമ്മ്യൂണിറ്റിയിലോട്ട് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. അവനും അവൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ലോകവും ഇതിൻ്റെ അകത്തോട്ട് വരികയാണ്. അതിൻ്റെ ഡേഞ്ചർ ഭയങ്കരമാണ്. ചെറിയ കുട്ടികളിൽ കൊടുത്തു കഴിയുമ്പം ഈവൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, സംസാരിക്കുന്നത് വരെ വ്യത്യാസമാവുക. എനിക്ക് പറഞ്ഞൊരു സംഭവം ഞാൻ പറയാം. ഒരു ദിവസം ഗൾഫിൽ നിന്നൊരു കൊച്ചിനെ കൊണ്ടുവന്ന് ഭയങ്കര വിഷമമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കൊച്ച് വരുന്നുണ്ടേ മാക്കോ പീക്കോ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ചാടിക്കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്കും ഇത് എന്തൊരു അസുഖമായി ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് മനസ്സിലാവുന്നില്ല. കുറച്ച് നേരം സംസാരിച്ചപ്പം കാർട്ടൂൺ നെറ്റ്വർക്ക് രാവിലെ വെച്ചിട്ട് അപ്പനും അമ്മയ്ക്കും ജോലിക്ക് പോകും, വൈകിട്ട് വരെ ഈ കുട്ടിയുടെ ലോകം കാർട്ടൂൺ നെറ്റ്വർക്കാണ്. ഈ കുട്ടി കാർട്ടൂണായി. ഞാൻ എക്സാജറേറ്റ് ചെയ്യല്ല, അതിലൊരു ക്യാരക്ടറായി. ഈ കുട്ടിയുടെ ലോകം കാർട്ടൂണായി, അതും ഒരു കാർട്ടൂൺ പോലായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങളൊരു 3 മാസം നോ സ്ക്രീൻ അങ്ങനെ ടൈം നമുക്ക് വേണം. നോ സ്ക്രീൻ നമുക്ക് അഡൽസിനും വേണം നോ സ്ക്രീൻ. മനസ്സിലായി, പാടാണ്. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് നോ സ്ക്രീൻ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ വരെ ഡിഫറെൻ്റ് ആയിട്ട് വയേർഡ് ആവും. അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ മൊബൈൽ യൂസ് വളരെ ഭയങ്കര കോമൺ ആണെന്ന് പറഞ്ഞു, പക്ഷേ അതിൽ ബ്ലൂ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടറല്ലേ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടാതെ റേഡിയേഷനൊക്കെ പറയുന്നത് കേൾക്കാം. അപ്പോൾ എത്രമാത്രമാണ് ഈ മൊബൈലിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്, എസ്പെഷ്യലി കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഈ ബ്ലൂ ലൈറ്റ് രാത്രിയിൽ എക്സ്പോസ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഉറക്കം വരെ പോവുക, ഉറക്കം വരെ ഡിസ്റ്റർബ് സ്ലീപ്പ്. അതെങ്ങനെ എന്താ അവിടെ സംഭവിക്കുന്നത്? അല്ല, യുവർ ബ്രെയിൻ ഇസ് ഓൺ എ സ്റ്റിമുലേഷൻ പാറ്റേൺ. അപ്പോൾ അതിൽ നിന്നും ഉറക്കം എന്ന് പറയുമ്പം നമ്മുടെ ആസ് യു നോ നമ്മുടെ ബ്രെയിൻ ഗോസ് ഇൻ ടു ഡിഫറെൻറ്റ് പാറ്റേൺസ്, REM സ്ലീപ്പ്, നോൺ REM സ്ലീപ്പ്. നമ്മൾ പക്ഷേ ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് സ്റ്റിമുലേഷൻ, അതുകൊണ്ടാണ് സ്ക്രീൻ അഡിക്ഷൻ. നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ യു വോണ്ട് ടു സീ ദ നെക്സ്റ്റ് സ്ക്രീൻ, അങ്ങനെ കണ്ട് പോവുക. അത് ദാറ്റ് ഇസ് വേ ഇറ്റ് ഇസ് പ്രോഗ്രാം. പക്ഷേ ഒരു 2 hours മുമ്പേ, ഉറക്കത്തിനൊരു 2 hours മുമ്പേ സ്ക്രീൻ യൂസ് ഹാസ് ടു ബി സ്റ്റോപ്പ്, എസ്പെഷ്യലി ഇൻ ചിൽഡ്രൻ. എന്നുവെച്ചാൽ ഈ ചിൽഡ്രൻ ഈ സ്ക്രീൻ യൂസ് വന്നു കഴിയുമ്പോൾ അവർ ദേ ലിവ് ദാറ്റ് ക്യാരക്ടർ. അവർക്കത് ആ ഫോൾസ് വേൾഡ് ആണ് റൈറ്റ് എന്ന് തോന്നാൻ തുടങ്ങും പേരന്റൽ കൺട്രോൾ ഇല്ലെങ്കിൽ. സോ ദ പേരന്റ് ഹാസ് ടു റെസ്ട്രിക്റ്റ്. അല്ലെങ്കിൽ പേരന്റൽ കൺട്രോൾസ് ഉണ്ട്. ഇപ്പം ഇത്രയും മണിക്കൂർ കഴിയുമ്പോൾ ഓഫായി പോവുക, അല്ലെങ്കിൽ ചില സൈറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റാതാവുക. അങ്ങനെയുള്ള പേരന്റൽ കൺട്രോൾ നിർബന്ധമായിട്ടും കൊടുക്കുന്ന ലിമിറ്റഡ് ടൈമിലും വേണം. പിന്നെ ഗെയിമിങ് എന്ന് പറഞ്ഞത് ഇപ്പം ഒരുപാട് കുട്ടികൾ പോകുന്നത്. ഈ ഗെയിംസിൽ ചിലതൊക്കെ ഇപ്പം ഭയങ്കര വയലൻസ് ഉള്ള ഗെയിംസാണ്. ഈ വയലൻസ് ഉള്ള ഗെയിംസ് കൂടുതൽ ആൺകുട്ടികളാണെന്ന് പറയുന്നത്. കളിച്ച് കഴിയുമ്പം they also tend to be violent and aggressive. ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കാൻ. അല്ല, ഇത് ഇസ് ഇൻഫ്ലുവൻസിങ് ദർ ബ്രെയിൻ. ഒരു ഗ്രോയിങ് ബ്രെയിനാണ്. ഈ ഗ്രോയിങ് ബ്രെയിനിന് ഇൻഫ്ലുവൻസസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവൻ അതുപോലെ ഒരു വയലന്റ് ക്യാരക്ടർ ആവാം. സോ പക്ഷേ ഈ ലോകത്തിൽ നമുക്ക് ഡിജിറ്റൽ ലോകത്തിലോട്ട് എത്തി അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ഡിജിറ്റൽ ലോകത്തിൽ നമ്മുടെ വളരുന്ന കുട്ടികളെ 100% നമ്മൾ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പം ആർബിട്രറി ഗൈഡ് ലൈൻസ് ഉണ്ട്, പല ആർബിട്രറി ഗൈഡ് ലൈൻസ്. 4 മാസം വരെ ദയവ് ചെയ്ത് പിള്ളേരെ സ്ക്രീൻ കാണിക്കുകയും ചെയ്യരുത്. ആ കൊച്ചു ബ്രെയിൻ വളർന്നു വരിക, ന്യൂറോൺസ് ഒക്കെ മൈലിനേറ്റഡ് ആയി വരുന്നതേ ഉള്ളൂ. അതിനെ ഉപദ്രവിക്കരുതേ. ആ കുട്ടി ഉറങ്ങുമായിരിക്കും. പഴയ കിലുക്കല്ലായിരിക്കും ഇതിലും എഫിഷ്യൻറ്റ്. കിലുക്ക് ഇത്ര എഫിഷ്യൻ്റ് അല്ല. പക്ഷേ ദയവ് ചെയ്ത് അത് ഫോൺ കൊടുത്ത് കളിപ്പിക്കാതിരിക്കുക. 4 മാസം തൊട്ട് ഒരു 2 വയസ്സ് വരെ അരമണിക്കൂറാണ് മാക്സിമം സ്ക്രീൻ ടൈം. മാക്സിമം അരമണിക്കൂർ. 1 year അരമണിക്കൂറാണ്. 1 to 2 years. 2 വയസ്സ് തൊട്ട് ഏകദേശം ഒരു 12 വയസ്സ് വരെ
അരമണിക്കൂർ 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ ആവാം. പക്ഷെ അവിടെ അന്നേരം ഒരു സിനിമ കംപ്ലീറ്റ് കാണാനുള്ള ടൈമില്ല. സിനിമ അല്ല, ഇപ്പൊ സിനിമ കാണുന്നത്. there are exceptions, പക്ഷേ ഓൺ എ റെഗുലർ ബേസിസ് പാടില്ല. പിന്നെ 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ചില ക്ലാസ്സസ് വരെ, ഇപ്പോൾ ദൂരെയുള്ള പിള്ളേർ പറയും ഇതൊന്നും പറഞ്ഞാൽ ക്ലാസ് പറ്റത്തില്ല, 2 മണിക്കൂറാണ് മാക്സിമം വാക്കുകൾ സ്ക്രീൻ ടൈം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈലായി, കമ്പ്യൂട്ടറായി, ലാപ്ടോപ്പായി, ഗെയിമായി, എല്ലാം സ്ക്രീനാണ്. ഈ സ്ക്രീൻ ടൈം മാക്സിമം 2 മണിക്കൂറാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ബ്രെയിൻ ഡിഫറെൻ്റായിട്ട് വയേർഡ് ആവുമ്പോൾ ഇവന് ഇൻട്രാക്ട് ചെയ്യുന്നത് തന്നെ വേറെ ആവുക. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പം മോനെ അല്ലെ മോളെ എന്ന് വിളിച്ചാൽ ഇവർ ഓടി വന്ന് ഹലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. ഇപ്പോൾ വരത്തില്ല. കാരണം ഇവൻ്റെ ലോകം തന്നെ വേറെയായി. ക്ലാസ്സിൽ അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കാരണം കോൺസെൻട്രേഷൻ പോവുക. പിന്നെ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷൻ ആവുക. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കളിക്കാൻ ഇവൻ വെളിയിൽ പോകുന്നില്ലല്ലോ. പണ്ട് പന്ത് കളിക്കാൻ പോകുന്ന കൊച്ചു ഇപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ പറയും എന്താ ഈ മോൻ ഇത്രയും വണ്ണം വെച്ചിരിക്കുന്നത്, മോൾ ഇത്രയും വണ്ണം വെക്കുന്നില്ല, ഇനി കളിക്കാൻ വിടുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് കളിക്കും. ഏത് ഗെയിം? ഫുട്ബോൾ. നീ എത്ര മണിക്കൂർ കളിക്കും? അത് എത്ര നേരം വേണമെങ്കിലും ഞാൻ കൈവച്ച് ഞെക്കി കളിക്കും. അപ്പോൾ അത്രയ്ക്ക് ഇത് ഇസ് ഗെയിനിങ് ഇമ്പോർട്ടൻസ്. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതിന് ആരോഗ്യം കുറയുന്നു. ഇത് നോക്കിയിരിക്കുമ്പോൾ പഠിത്തം പിന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി പുറകോട്ട് പോകുന്നു. സോ ഇതൊരു പേഴ്സണാലിറ്റി അറിഞ്ഞൂടാ, മനുഷ്യരുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. പിന്നെ അൺറെസ്ട്രിക്റ്റഡ് സ്ക്രീൻ ടൈമിലോട്ട് പോയാൽ, അതായത് ഒരു കുട്ടി ഒരു മുറിക്കകത്തോട്ട് കയറി കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ യു ആർ ഇൻ ഡേഞ്ചർ. കാരണം ആ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു വളരെ ഇമ്മച്വർ ആൻഡ് വളരെ ഇംപ്രഷനബിൾ ഏജിലോട്ട് പോവുക. കാണുന്ന സാധനം സത്യം തോന്നും, ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി തന്നെ ടോട്ടലി മാറും. അപ്പോൾ പഠിക്കാൻ ഉപയോഗിക്കാൻ നല്ലതായിരുന്നു, പക്ഷേ അത് നമ്മളെ ഓവർ പവർ ചെയ്ത് നമ്മുടെ ലോകമായി മാറും. അല്ലേ, ഇതിപ്പം ഉപയോഗിക്കരുത്, മോശമാ, അല്ലെങ്കിൽ ഇത് ഇത്ര ഉപയോഗിക്കരുതെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫക്ട്സുകൾ അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഇത് ബാധിക്കുമെന്നുള്ളത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് അല്ലേ? ഒരുപാട് സ്റ്റഡീസ് നമുക്കത് സ്ക്രോൾ ചെയ്ത് കാണുമല്ലോ. ഏതൊക്കെ സ്റ്റഡീസിലാണ് സ്റ്റഡീസ്? അതായത് മോസ്റ്റ്ലി വെസ്റ്റേൺ സ്റ്റഡീസിൽ ഇത് പറ്റത്തില്ലെന്ന് തന്നെ പറഞ്ഞിരിക്കുക. കാരണം ഇത്രയും സ്ക്രീൻ ടൈം വരുന്നുണ്ട്. വെസ്റ്റേൺ മാത്രമല്ല, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഡെഫിനിറ്റ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നു. അതായത് ഇത്രയും സ്ക്രീൻ ടൈം പാടില്ല. കാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ലൈറ്റ്സുമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന കുട്ടിയുടെ കാഴ്ച തന്നെ വിഷൻ ഡിറ്റീരിയറേറ്റ്. പിള്ളേരെല്ലാം ഇപ്പം സോഡ കണ്ണാടിയും കൊണ്ടാണ് നടക്കുന്നത് ചെറുപ്പത്തിൽ മുതൽ. അതെല്ലാം അത് വെരി ബാഡ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ പണ്ടത്തെ കുട്ടികളെക്കാട്ടിലും ഇവർ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് തന്നെ വേറെ ഒരു ലോകത്തിലോട്ടായി പോയി. മനസ്സിലായി? അപ്പം അത് വി ഹാവ് ടു ബ്രിങ് ദം ബാക്ക് ടു നോർമൽ ഹ്യൂമൻ ബീയിങ്സ്. എസ്പെഷ്യലി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ബ്രെയിൻ വളരുന്നത് മാക്സിമം സ്പീഡിൽ ആദ്യത്തെ 5-6 വർഷമാണ്. ഈ 5-6 വർഷത്തിൽ ഈ ഡാമേജ് ഡെഫിനറ്റ്ലി ഉണ്ടാക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് റെസ്ട്രിക്റ്റഡ് കണ്ടൻറ്, റെസ്ട്രിക്റ്റഡ് ടൈം ആൻഡ് കണ്ടൻറ് റെസ്ട്രിക്റ്റ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ ഇത് സ്ലീപ്പിനെ ബാധിക്കുമെന്ന് പറഞ്ഞല്ലോ. ഒരുപക്ഷെ ഒരു ഇൻസോംനിയ എന്ന് പറഞ്ഞ സ്ലീപ്പ് ഡിസോർഡറിലേക്ക് തന്നെ ഇത് ഗ്രാജുവലി പോകാനുള്ള സാധ്യതകളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഉറക്കം കുറയും, ഇത് കൂടുതൽ ഡിപ്രഷൻ വരാം. ഇതൊരു അഡിക്ഷന്. സോ ആക്ച്വലി ഈവൻ ആസ് എൻ അഡൽട്ട് ഐ വുഡ് റിക്വസ്റ്റ് ദാറ്റ് നമ്മൾക്കും ഒരു നോ സ്ക്രീൻ ഡേയ്സ് എത്ര പേർക്ക് നോ സ്ക്രീൻ ഡേയ്സ് പറ്റും, എത്ര ദിവസം പറ്റും എന്നുള്ളത് ഈ കേൾക്കുന്ന കാണുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കണം. അതായത് നോ സ്ക്രീൻ ആക്കിയാൽ നമ്മൾ കുറേ കൂടെ നോർമലാവും. അപ്പം ദയവ് ചെയ്ത് ഇത് ഉപയോഗിക്കുക, വളരെ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇത് നമ്മളെ കാർന്നു തിന്നും. പുള്ളി പറഞ്ഞപ്പോഴേ ഇപ്പോൾ ദാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവുമില്ല ഡോക്ടറെ. നേരത്തെയൊക്കെ വഴക്ക് കൂടുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പം രണ്ടുപേരും 2 മൊബൈലിലങ്ങ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇൻറ്ററാക്ഷൻ വരുമ്പോഴല്ലേ വഴക്കുണ്ടാവത്തുള്ളൂ. അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്, എന്നാലും ഞാൻ പറയാം. പക്ഷെ അതിൻ്റെ റീലിനകത്ത് എതിർ പാർട്ട്ണർ കാണുന്നത് ചിലപ്പോൾ തലയ്ക്ക് ഒരു പാത്രം എടുത്ത് അടിക്കാനാണെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ സ്ക്രീൻ ടു ബി യൂസ് ജുഡീഷ്യസ്ലി. ലോകത്തിൽ നമ്മളിപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, പണ്ട് നല്ലതാണെങ്കിലും മോശമായിരുന്നെങ്കിലും അടുത്തൊരു വ്യക്തിയോട് ചിരിച്ചു കാണിക്കും, സംസാരിക്കും.
ഒരു ഇല്ല, ആരാന്ന് പോലും അറിയത്തില്ല. ആരാന്ന് പോലും അറിയത്തില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന ടെലിവിഷൻ കഴിക്കുന്ന വീട്ടിലെ കുട്ടികളും വ്യക്തികളും തമ്മിൽ ഇന്ററാക്ഷൻ വളരെ മോശമാണ്. ബെഡ്റൂമിൽ TV പാടില്ല. അതായത് ബാക്ക്ഗ്രൗണ്ട് ടെലിവിഷൻ എന്നതിന് പറയുന്നത്. അതായത് നമ്മൾ കിടന്നുറങ്ങുന്ന മുറിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ടെലിവിഷൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ ചില നല്ല വീടുകളിലൊക്കെ ഉണ്ട് അത് തെറ്റാ. അതായത് ആ കോൺവെർസേഷൻ പോയി, ആ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് കുറയുന്നു, ആ വ്യക്തികൾ കാണാനുള്ള അതിലോട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ വരുന്നത്. കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നതാണല്ലോ ഒരു ഫാമിലി. ആ ഫാമിലിയിലെ ബന്ധങ്ങൾ വരെ വഷളാകാനും നശിക്കാനും ഈ സ്ക്രീൻ മേക്ക്. TV കാണുന്നതുകൊണ്ട് മറ്റ് റേഡിയേഷൻ ഒന്നുമില്ല. ഐ മീൻ ഇൻ ദ സെൻസ് ദൂരത്തിരിക്കുന്ന. വാട്ട് അബൌട്ട് മൊബൈൽ റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടോ? അത് എത്രമാത്രം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും? മൊബൈൽ റേഡിയേഷൻ ഉണ്ട്. മൊബൈൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അത് നമ്മുടെ ഒരു എസെൻഷ്യൽ ഈവിൾ പോലെ വന്നിരിക്കുക. അതായത് ഇടയ്ക്ക് മൊബൈൽ റേഡിയേഷൻ കാരണം ബ്രെയിൻ ക്യാൻസർ വരുന്നു എന്ന് നമ്മളെല്ലാവരും വായിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഡെഫിനിറ്റീവ് സ്റ്റഡീസ് ആയിട്ട് വന്നിട്ടില്ല. അതിന് റേഡിയേഷൻ ഉണ്ട്. കൈ പിടിച്ചാൽ തന്നെ ചിലപ്പോൾ ചൂടാവും, കുറേ നേരം കണ്ടു കൂടെ ചൂടാവും. അപ്പോൾ അത്രയും റേഡിയേഷൻ നമ്മൾ എക്സ്പോസ്ഡ് ആവും. മൊബൈൽ എന്തിനാണെന്ന് ഓരോരുത്തരും സ്വന്തമായിട്ട് നിരൂപിക്കണം. അതായത് എനിക്ക് ഫോൺ വിളിക്കാൻ, മാക്സിമം ഒരു മെയിൽ നോക്കാൻ, അല്ലാതെ ഒരു സിനിമ കാണാനല്ല. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത്രയും മണിക്കൂർ അതേ നോക്കിക്കൊണ്ടിരിക്കുക. അതേ മണിക്കൂറിൽ പോകുമ്പോൾ അത്രയും ഫൈൻ ലൈറ്റ് ഇങ്ങനെ ചിമ്മി മാറിക്കൊണ്ടിരിക്കുക. അത് എത്രത്തോളം നമുക്ക് നമ്മുടെ ബ്രെയിനിനെ ഉപദ്രവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ കാണുന്നത് തന്നെ, ഈ കാണുന്നത് ബ്രെയിനിലോട്ട് പോയി ആ സിഗ്നൽ വരുമ്പോഴല്ലേ നമ്മൾ ഈ കാണുന്നത് തന്നെ. സോ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ഇൻഫ്ലുവൻസിങ് ദ ബ്രെയിൻ വെദർ ഹി ഈസ് ആൻ അഡൽട്ട് ഓർ എ ചിൽഡ്രൻ. വളരെ 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 ഡേഞ്ചറസ് ഒരു ഗെയിമാണ്. പക്ഷേ യൂസ് ഇറ്റ് വിത്ത് ഡ്യൂ റെസ്ട്രിക്ഷൻ ആൻഡ് നമ്മുടെ ആ ഒരു ക്ലിയർ ഐഡിയാസ് വെച്ചിട്ട് അത് ഉപയോഗിച്ചാൽ ഇറ്റ് ഈസ് എ ടൂൾ വിച്ച് യു ക്യാൻ യൂസ് ക്രിയേറ്റീവ്ലി. പക്ഷേ അതിൻ്റെ ഒരു ഫൈൻ ലൈൻ ഒരു വീട്ടിൽ എല്ലാവരും ദേ ഹാവ് ടു ഡ്രോ ദ ഫൈൻ ലൈൻ. അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് കൊച്ചിനോട് മാത്രം നീ മാറ്റി വെക്കെന്ന് പറഞ്ഞിട്ട് അകത്ത് പോയി ഫുൾ ടൈം ഇത് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുന്നുള്ളതാണ്. അപ്പം അത് റെസ്ട്രിക്ഷനും ഒന്ന് ഇതിൻ്റെ അവയർനെസ്, ഇത് മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ മാതാപിതാക്കളും തിരിച്ചറിയുന്നതാണെന്നുള്ളതാണല്ലോ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ സയൻറ്റിഫിക്കലി പ്രൂവണായ ഗൈഡ് ലൈൻസ് ഇതിൻ്റെ യൂസിൽ വരുന്ന ഡാമേജിനെ കുറിച്ചുണ്ട്. അത് എന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അല്ലാതെ ഒരാൾ ചുമ്മാതിരുന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമല്ല. ആ സ്റ്റഡീസിൻ്റെ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ഈ പ്രോഗ്രാമിലൂടെ പറയാനും പറ്റും. ഇപ്പോൾ ചില മരുന്ന് കഴിച്ചാൽ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ ആ സൈഡ് എഫക്റ്റ് ഉള്ള മരുന്ന് നമ്മൾ ആവശ്യത്തിനോ അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക ചെയ്യുന്നത്. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഞാനൊരു ആഡ് ഓൺ ചെയ്തോട്ടെ. സ്വീഡനിൽ ആക്ച്വലി ഇടയ്ക്ക് കോവിഡ് സമയത്ത് സ്വീഡൻ വാസ് വൺ കൺട്രി. അവർ ഫുൾ ബ്ലാക്ക് ബോർഡ്സ് മാറ്റി, റിട്ടൺ പേപ്പർ മാറ്റിയിട്ട് ദേ ആർ ഗോയിങ് ഡിജിറ്റൽ എന്ന് പറഞ്ഞു ലോകത്തിൽ. ദേ വെന്റ് ഡിജിറ്റൽ. പക്ഷെ സ്വീഡൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 മാസം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ മില്യൺസ് ഓഫ് യൂറോസ് ചെലവഴിച്ച് ദേ ആർ ടേക്കിംഗ് എവേ ദ ഡിജിറ്റൽ തിങ് ആൻഡ് ഗോയിങ് ബാക്ക് ടു പേപ്പർ. കാരണം അതിന്റെ ഡാമേജ് വാസ് ഹ്യൂജ് എന്നുള്ളത് ഗവൺമെന്റ് ഡിസൈഡഡ്. അപ്പം സോ അവർക്കും മനസ്സിലാക്കി. സോ ഇത് നമ്മൾ പറയുന്നത് വെറുതെ അല്ല. ദീസ് ആർ ഓൾ ഫാക്ട്സ് വിച്ച് ആർ ബാക്ക്ഡ് ബൈ ഡേറ്റ. അപ്പം ഇത് വെച്ച് ദയവ് ചെയ്ത് ഡെഫിനറ്റ്ലി പിള്ളേർക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് തന്നെ ഇത് പോകണം. ചെറിയ കുട്ടികൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക, എല്ലാവരും കാണുന്നവർ. കാരണം പന്ത് കളിക്കുന്ന കൊച്ചിന്റെ കണക്ഷൻസ് വരെ, ബ്രെയിൻ കണക്ഷൻസ് വരെ ബെറ്റർ ആകും. അവന്റെ ബുദ്ധി വികസനം വരെ ബെറ്റർ ആകും. ഫിസിക്കൽ അല്ല, നമ്മുടെ കണക്ഷൻസ് ബ്രെയിൻ, അതായത് മൂവ് ചെയ്യുന്ന പിള്ളേരുടെ ബ്രെയിൻ ഇസ് വർക്കിംഗ് ഇൻ എ ഡിഫറെന്റ്. അപ്പൊ ദയവ് ചെയ്ത് ഇത് അനാവശ്യമായിട്ട് ഉപയോഗിച്ച് അവരുടെ പൊസിഷനിൽ എക്സൽ ചെയ്യാൻ ഈ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അതെ, ആദ്യത്തെ 5 വയസ്സിലുള്ള എസ്പെഷ്യലി ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഇൻസൾട്ട് കൊടുക്കണം. നാച്ചുറലി ഇൻ ഹിസ് ഫ്യൂച്ചർ അത് ഏതിലാണോ അവർ വളർന്നു വരേണ്ടത് അതിൽ ഈ ഒരു എഫിഷ്യന്റ് പേഴ്സൺ ആവാനുള്ള സാധ്യതകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതെ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒക്കെ ഇങ്ങനത്തെ അസുഖമുള്ളവർക്ക്, ഇങ്ങനെ കാണുന്നവർക്ക് അഗ്രവേറ്റഡ് ആവുക, മനസ്സിലായി, ഡിപ്രഷനിലോട്ട് പോവുക, ഒരുപാട് പ്രശ്നങ്ങളാണ്. അത് ഇത് ഒരു പ്രൂവൺ സംഗതിയാണെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു അതിനെക്കുറിച്ച് സ്ക്രീൻ ടൈമിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞു. അതിൻ്റെ സൈഡ് എഫക്റ്റ് പറഞ്ഞു. ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കണ്ണിനെയും ബ്രെയിനിനെയാണ്. ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പേരൻസ് അവരവരുടെ കുട്ടികളെ കൊണ്ടെത്തിക്കരുത്. റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ചിലപ്പോൾ ഉണ്ടാവാം.
എടുത്തറിയാം, പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളുടെയും കൂടെ നേരിട്ടത്തെ രീതിയിൽ കുറച്ച് ഇത് കൊണ്ടുവരണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. 4 മാസം വരെ ഒട്ടും കാണിക്കരുത്. 4 മുതൽ 1 വയസ്സ് വരെ അരമണിക്കൂർ വേണമെങ്കിൽ അരമണിക്കൂർ വേണമെങ്കിൽ കാണിക്കാം. 1 വയസ്സിന് മുകളിലോട്ട് ഒരു 2 hours വരെ മാക്സിമം. അങ്ങനെ നമ്മുടെ 5 വയസ്സ് വരെയെങ്കിലും നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിരിക്കണം. അവരെന്ത് കാണണം എന്ത് കാണണ്ടെന്ന് തീരുമാനിക്കേണ്ട ആ സമയത്ത് പേരൻസാണ്. ആ കാണുന്ന കാര്യങ്ങൾ മുഴുവനും അവരുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അവരുടെ ക്യാരക്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇൻ ടേൺ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ തന്നെ ഡാമേജിലേക്ക് തള്ളിവിടുകയാണ്. കരയുന്ന കുട്ടി കുറച്ച് കരയട്ടെ, അല്ലെങ്കിൽ കുറച്ച് നേരം കരഞ്ഞെന്ന് പറഞ്ഞ് ഒന്നുമില്ല, വെളിയിലൊരു സൈക്കിൾ എടുത്തിട്ട് നീ ചവിട്ടി കളിക്കട എന്ന് പറഞ്ഞാൽ നാളെ അവൻ്റെ ജോയിൻസും അവൻ്റെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷനും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഫിസിക്കൽ ആരോഗ്യം, അതെ ഫിസിക്കൽ ആരോഗ്യം, വണ്ണം വെക്കുന്ന കുട്ടിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളുമായി. ഹോർമോൺസ് എല്ലാം കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണമെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വേണമല്ലോ. അപ്പം അതിനും കൂടെ നിങ്ങളൊരു അതിലേക്ക് ഒരു ഡോക്ടറാവാൻ ശ്രമിച്ചാൽ മതി പിള്ളേരുടെ കാര്യത്തിൽ, ഈ കാര്യത്തിൽ അല്ലേ. അതിനുവേണ്ടി നിങ്ങളും മൊബൈൽ കാണുന്ന ഒന്ന് സാക്രിഫൈസ് ചെയ്താൽ ഇത് ഓക്കെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അഡൽട്ടിലും ഇൻഫ്ലുവൻസസ് ഉണ്ട്. അത് നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാവുന്നതാണ്. നമ്മളത് കൺക്ലൂഡ് ചെയ്യാണ്. ഒരു സിംഗിൾ ലൈൻ ടിപ്പോടെ കൊടുത്ത് നമുക്ക് ഈ ടോപ്പിക്ക് ക്ലോസ് ചെയ്യാം. സ്ക്രീൻ യൂസ് ജുഡീഷ്യസ്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ കറക്റ്റ്. ഇപ്പോൾ പഠിക്കാനായിട്ടാണെങ്കിൽ പഠിക്കാൻ മാത്രം ഉപയോഗിക്കുക. അത് കണ്ടന്റ് വളരെ ക്ലിയർ ആയിട്ട് പേരന്റ് സൂപ്പർവൈസ്ഡ് ടൈം ആൻഡ് കണ്ടന്റ്, അതായത് പേരന്റൽ കൺട്രോൾസ് ടെലിവിഷനിൽ വരെയുണ്ട്. ആ സമയമാകുമ്പോൾ അത് ഓഫ് ആവണം. മൊബൈലാവുമ്പം പേരന്റൽ കൺട്രോൾ ഇല്ലെങ്കിൽ ചില സൈറ്റിൽ പോകത്തില്ല. അതൊക്കെ അറിവ് വേണം. അപ്പോൾ കൊച്ചിന് കൊടുക്കുന്നതിനകത്ത് അത് വേണം. അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് ആവശ്യമില്ലാത്തത് കാണാതിരിക്കാനുള്ള ശ്രദ്ധിക്കുക. കുട്ടികളുടെ ബ്രെയിനിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും സാമൂഹിക ഇൻ്റർവെൻഷൻസ് അവരുടെ കുറയാനും ഇതെല്ലാം വഴിയൊഴുക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. സ്ക്രീനിനെ ഒരു ശത്രുവല്ല, പക്ഷേ ഉപയോഗിക്കാവുന്ന ഒരു ടൂളായിട്ട് തന്നെ നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം. അപ്പം സ്ക്രീൻ ടൈമും കൊണ്ടും നിങ്ങൾക്ക് ഒരു രോഗിയായി മാറാം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്കിൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് ഡോക്ടർ വർഗീസ് കോച്ച് നമുക്ക് ഈ ഇൻഫർമേഷൻസ് തന്നെ. വീണ്ടും വെൽനസ് വാച്ചിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.